ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിലെ 9th യൂണിറ്റ് ആണ്. ആൻ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലേക്ക് ഒരു ആമുഖം. ഇനി നമുക്ക് താഴെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ എന്താണെന്ന് നോക്കാം. ഒരെണ്ണം ബൈക്കിൽ പോകുന്നതാണ്, ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ പോകുന്നത്. മറ്റേത് ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് പോകുന്നത്. പിന്നീട് അതിന് താഴെ തന്നിരിക്കുന്ന 2 പിക്ചർ ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് പിക്ചറിനകത്ത് ക്യൂ നിന്നിട്ട് അവർ എന്തോ ഒരു സ്ഥാപനത്തിൽ ക്യൂ നിൽക്കുന്നതാണ്. രണ്ടാമത്തത് ക്യൂ നിൽക്കാതെ എല്ലാവരും കൂടി കൂട്ടം കൂടി നിന്ന് നിൽക്കുന്ന ഒരു പിക്ചറാണ്. ഒബ്സർവ് ദ പിക്ചർ ഗിവൻ എബവ്. ഡ്രോ ആൻ ഇമോജി, സ്മൈലി ഇമോജി ഓൺ ദ പിക്ചർ ദാറ്റ് ഷോസ് ഡിസയർഡ് ബിഹേവിയർ ഇൻ ദ സൊസൈറ്റി. ഇൻ വിച്ച് പിക്ചർ ഡിഡ് യു ഡ്രോ ദ ഇമോജി? വൈ? ഇപ്പോൾ 2 പിക്ചറിനകത്തും ഏത് പിക്ചറാണ് നമ്മൾ ഡിസയർഡ് ബിഹേവിയർ, അതായത് ഒരു സമൂഹത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ ആ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കടമകൾ, ചില നിയമങ്ങൾ, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത്? ബൈക്കിന് പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണം എന്നുള്ളതാണ് നമ്മൾ പാലിക്കേണ്ട ഒരു റോഡിലെ നിയമം. രണ്ടാമത്തത് നമ്മൾ ആദ്യത്തെ പിക്ചറാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഒരു സ്ഥാപനത്തിലോ എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ ടേൺ കാത്തു നിൽക്കണം. നമ്മുടെ അവസരം എപ്പോഴാണോ വരുന്നത് അത് കാത്തു നിൽക്കണം. അതിനു വേണ്ടി നമ്മൾ ലൈനായിട്ട് നിൽക്കണം. അപ്പോൾ ഈ 2 പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. ദർ ആർ സം ഡിസയർഡ് ബിഹേവിയേഴ്സ് ടു ബി ഫോളോഡ് ഇൻ ദ സൊസൈറ്റി, സർട്ടൻ റൂൾസ് ടു ഫോളോ. ചില റൂളുകളുണ്ട്, ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ചില ബിഹേവിയേഴ്സ്, അടിസ്ഥാന പെരുമാറ്റ ചട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ടു എനേബിൾ പീപ്പിൾ ടു ലിവ് ഫ്രീലി, പീസ്ഫുള്ളി ആൻഡ് പ്രോഗ്രസീവ്ലി ഇൻ എ സൊസൈറ്റി, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഫോളോ ലോസ് ആൻഡ് റൂൾസ്. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും പ്രോഗ്രസീവ്ലി, അതായത് മുന്നോട്ട് ഉള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്കവിടെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഉണ്ട്, ലോസും റൂൾസും ഉണ്ട്. എന്താണ് നിയമങ്ങളും ചട്ടങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. യു മേ ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ യുവർ ഏർലിയർ ക്ലാസ്സസ് ദാറ്റ് വി ഫോളോ സർട്ടൻ റൂൾസ് ഇൻ സ്കൂൾസ് ആൻഡ് പബ്ലിക് പ്ലേസസ്. അപ്പോൾ നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പബ്ലിക് പ്ലേസുകളിൽ, അതായത് പൊതു ഇടങ്ങളിലും നമ്മുടെ വിദ്യാലയത്തിലും നമ്മൾ ചില റൂൾസുകൾ, ചില നിയമങ്ങളും ചില മര്യാദകളും ഒക്കെ പാലിക്കാറുണ്ടെന്ന്, അല്ലേ? അതുപോലെ ചില കടമകൾ നമുക്കുണ്ട്, ചില അവകാശങ്ങൾ നമുക്കുണ്ട്, ചില ചട്ടങ്ങൾ നമുക്കുണ്ട്, ചില വ്യവസ്ഥകൾ നമുക്കുണ്ട്. അവേഴ്സ് ഇസ് എ കൺട്രി വിത്ത് എ വാസ്റ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ. നമ്മുടെ രാജ്യം ഒരു വിശാലമായ ഭൗമോപരിതലമുള്ള രാജ്യമാണ്. ലാർജ് പോപ്പുലേഷൻ, വലിയ ജനസംഖ്യ, വെയർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സെക്ഷൻസ് ലിവ് ടുഗെദർ. വ്യത്യസ്തരായ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഭാരതം, അല്ലേ? ദ അഡ്വാൻസ്മെന്റ് ഓഫ് സച്ച് എ ഡൈവേഴ്സ് കൺട്രി ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ഫോളോയിങ് സർട്ടൻ ലോസ്, റൂൾസ് ആൻഡ് സിസ്റ്റംസ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ വൈവിധ്യമുള്ള ഒരു സംസ്കാരത്തിൻ്റെ പുരോഗതി, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൻ്റെ മുന്നേറ്റം സാധ്യമാകണമെങ്കിൽ നമുക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളും അവകാശങ്ങളും വ്യവസ്ഥകളും ഒക്കെ പാലിക്കേണ്ടതായിട്ട് വരും. സിമിലർലി മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഓൾസോ ഹാവ് എ യൂണിഫൈഡ് ഡോക്യുമെന്റ് ബേസ്ഡ് ഓൺ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് സപ്പോർട്ട് ദെയർ എക്സിസ്റ്റൻസ് ആൻഡ് ഗവർണൻസ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണം നടത്തിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ അസ്തിത്വം ഉണ്ടാകുന്നതിന് വേണ്ടിയും ചില അടിസ്ഥാന തത്വങ്ങളും ചില ഏകീകൃതമായിട്ടുള്ള സംവിധാനങ്ങളും, ഇപ്പോൾ ഈ യൂണിഫൈഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഏകീകൃതമായ സംവിധാനങ്ങളാണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അടിസ്ഥാന തത്വങ്ങളാണ്. എന്നിവയെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഒരു വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ദിസ് ഇസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ? എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എൻ ഒതന്റിക് ഡോക്യുമെന്റ് that contains fundamental laws, principles, rules needed for the organization and functioning of government in a country. ഇപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഒരു നിയമം സാധുതയുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിൽ ഒരു സത്യസന്ധമായിട്ടുള്ള നിയമസാധുതയുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഈ ഡോക്യുമെൻറ്റിൽ എന്തെല്ലാം ഉണ്ടാകും? ഈ ഡോക്യുമെൻ്റ് നമുക്ക് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തത്വങ്ങൾ, അതുപോലെ റൂൾസ്, ലോസ്, സിസ്റ്റം. റൂൾസ് നിയമങ്ങൾ, വ്യവസ്ഥകൾ, സംവിധാനങ്ങൾ, അതുപോലെ അവകാശങ്ങൾ.
അല്ലെങ്കിൽ നമ്മുടെ ചുമതലകൾ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് എന്ത്, ഈ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാ സാധനങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത്. ഓക്കെ. അത് ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ആൻ ഇന്റർവ്യൂ കണ്ടക്റ്റഡ് ബൈ ദ ചിൽഡ്രൻ ഓഫ് പലവില UP സ്കൂൾ വിത്ത് എ സീനിയർ ലോയർ അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് ദി സോഷ്യൽ സയൻസ് ക്ലബ്. സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഭാഗമായിട്ട് ആ, പലവിൽ പലവില UP സ്കൂളിലെ കുട്ടികൾ ഒരു വക്കീലുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അഭിമുഖത്തിന്റെ കുറച്ച് ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രം വെയർ ഡു അവർ റൂളേഴ്സ് ഗെറ്റ് ഓൾ ദീസ് പവേഴ്സ്? ഈ ശക്തികളെല്ലാം നമ്മുടെ ഭരണാധികാരികൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ? ഒരു പൗരന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? ആൻഡ് വെയർ ആർ ദേ റെക്കോർഡഡ്? ഇതെല്ലാം എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? വേർ ഈസ് ഇറ്റ് റിട്ടൺ അബൌട്ട് സിസ്റ്റം ഓഫ് സ്റ്റേറ്റ് ഗവർണൻസ്? സ്റ്റേറ്റിന്റെ ഭരണ നിർവഹണത്തിനെ പറ്റി എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ആ ഒരു വ്യവസ്ഥയെ പറ്റി എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ദ ആൻസർ, വേർ ഈസ് ഇറ്റ് മെൻഷൻ അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ? ജനങ്ങളുടെ റൈറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവകാശങ്ങളെ കുറിച്ച് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഓൾ ദ ആൻസർ ഫോർ ഓൾ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഭരണഘടനയാണ്. നെയിം 4 പോയിന്റ്സ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതാനുണ്ട്. സിസ്റ്റം ഓഫ് ഗവർണൻസ് ഓഫ് ദ സ്റ്റേറ്റ്, ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ, പവർ ഓഫ് റൂളേഴ്സ്, റൈറ്റ്സ് ഓഫ് പീപ്പിൾ. അപ്പോഴേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണിത്. പ്രൊസീഡിയേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ മുൻഗാമികൾ ആരെല്ലാമാണെന്ന് നോക്കാം. ലെറ്റ് us examine the history that lead to the formation of the idea of the constitution. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന ഒരു ചിന്ത, ഒരു ഐഡിയ ഉണ്ടാവുന്നതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചരിത്രപരമായ സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സോ വാട്ട് ഈസ് എ കോഡ് ഓഫ് ഹമ്മുറാബി? ഞാൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ആൻസേഴ്സ്. കോഡ് ഓഫ് ഹമ്മുറാബി, ഹമ്മുറാബിയുടെ കോഡ് അതെന്താണെന്ന് നോക്കാം. ലീഗൽ കോഡ്സ് അല്ലെങ്കിൽ നിയമസംഹിതകൾ. ദ കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ലീഗൽ കോഡ്സ് ആണ്. ലീഗൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഹമ്മുറാബി വാസ് ദ റൂളർ ഓഫ് ഏൻഷ്യൻ ബാബിലോൺ. പുരാതന ബാബിലോണിലെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. 1792 ടു 1750 BCE അദ്ദേഹം ഭരിച്ചിരുന്നത്. ദിസ് ലീഗൽ കോഡ് ഡിക്റ്റേറ്റ്സ് ദാറ്റ് നോ വൺ ഹാസ് ദ അതോറിറ്റി ടു വയലേറ്റ് ദ ഫണ്ടമെന്റൽ ലോസ് ഓഫ് എ കിങ്ഡം. ഒരു രാജ്യത്തിന്റെ മൗലിക അവകാശങ്ങൾ വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്കും അവകാശമില്ലെന്നാണ് ഈ ഒരു കോഡ് ഓഫ് ലോ പറഞ്ഞിരുന്നത്. ഇനി മാഗ്ന കാർട്ട എന്താണെന്ന് നോക്കാം. ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് വാസ് ഫെഡ് അപ്പ് വിത്ത് ദ ഓട്ടോക്രസി ഓഫ് ദ മൊണാർക്സ്. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ അവരുടെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം കാരണം കഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇൻ 1215 CE, കിങ് ജോൺ വാസ് സീസ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ടു സൈൻ ദ മാഗ്ന കാർട്ട. 1215 CE കിങ് ജോൺ എന്ന രാജാവിനെ അവർ സീസ്ഡ് ആൻഡ് ഫോഴ്സ്ഡ് ടു സൈൻ, പിടിച്ചെടുക്കുകയും നിർബന്ധമായിട്ട് ഒരു മാഗ്ന കാർട്ട എന്ന് പറഞ്ഞ ഒരു കരാറിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. ഈ കാർട്ട എന്ന് പറഞ്ഞാൽ ചാർട്ടർ എന്ന് പറഞ്ഞാൽ അത് കരാർ എന്നാണ് അർത്ഥം. എ ചാർട്ടർ അഗെയിൻസ്റ്റ് ദിസ് ഓട്ടോക്രസി. ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു രേഖയായിരുന്നു അല്ലെങ്കിൽ ഒരു കരാറായിരുന്നു ആ ഒപ്പുവെപ്പിച്ചത്. ദ ചാർട്ടർ മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ കിങ് ആൻഡ് ദ ഗവൺമെന്റ് വെയർ നോട്ട് അബൌവ് ദ ലോ. അപ്പൊ ഈ ഒരു കരാറ് പറഞ്ഞിരുന്നത് എന്താണ്? ഈ കരാറിൽ എഴുതി പിടിപ്പിച്ചിരുന്നത് എന്താണ്? രാജാവും രാജാവിന്റെ സ്വേച്ഛാധിപതികളായിട്ടുള്ള മന്ത്രിമാരും അങ്ങനെയുള്ള രാജവംശത്തിലുള്ള ആളുകൾ നിയമത്തിന് അതീതമാണ്, നിയമത്തിന്റെ അടിയിലാണ്, അവരൊക്കെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അവരാരും നിയമത്തിനെക്കാട്ടിലും മുകളിലല്ല. ദ മാഗ്ന കാർട്ട ഈസ് കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യ ചരിത്രത്തിന്റെ തന്നെ ഒരു നാഴികക്കല്ലായിട്ടാണ് മാഗ്ന കാർട്ടയെ കാണുന്നത്. മാനവ അവകാശങ്ങളുടെ തന്നെ ഒരു നാഴികക്കല്ലായിട്ടാണ് കാണുന്നത്. ഇനി വാട്ട് ഈസ് ഗ്ലോറിയസ് റിവല്യൂഷൻ? ഇൻ ദ 17th century, several conflicts occurred in England between the parliament and the monarchs who acted against the interest of the parliament. അപ്പോൾ 17ാം നൂറ്റാണ്ടിൽ തന്നെ ഇംഗ്ലണ്ടിൽ
കുറേ ഏറെ കലാപങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പാർലമെന്റും മൊണാർച്ചും. മൊണാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവ്, രാജാവും പാർലമെന്റും. പാർലമെന്റ് ഉണ്ടായെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പാർലമെന്റിലെ ആളുകളും രാജാവുമായിട്ട് എപ്പോഴും ഒരു ആം, ശീതസമരം പോലെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എമംഗ് ദീസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ വാസ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688 CE. 1688 സിഇയിൽ നടന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് ഇതിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ദ ഓട്ടോക്രസി ഓഫ് ദ കിങ് എൻഡഡ്. രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുകയും ആൻഡ് ദ അതോറിറ്റി ഓഫ് ദ പാർലമെന്റ് ഇൻക്രീസ്ഡ് ത്രൂ ദിസ് റെവല്യൂഷൻ. പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദ പവർ ഓഫ് മൊണാർച്ച് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ പാർലമെന്റ്. അപ്പൊ മൊണാർച്ചിന്റെ, രാജാവിന്റെ അധികാരങ്ങളെല്ലാം പാർലമെന്റിന്റെയും കൂടി കീഴിലാണ് വന്നത്. ദിസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഗ്രാൻഡ് പവേഴ്സ് ടു ദ പാർലമെന്റ് ഇൻ ഇംഗ്ലണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടായത്. രാജാവിന് മാത്രമല്ല പാർലമെന്റിലെ ആളുകൾക്ക് അധികാരങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ഒരു ഭരണഘടന. എങ്ങനെ ഭരിക്കണം, എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു റിട്ടേൺ ആയിട്ടുള്ളൊരു ഭരണം എങ്ങനെ നടത്തണം എന്നുള്ളൊരു ഘടന ഉണ്ടാക്കി. അതാണ് ഭരണഘടന. ഇത് എന്തുകൊണ്ടാണ് സാധ്യമായത്? ഗ്ലോറിയസ് റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നടന്നത്. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 13 നോർത്ത് അമേരിക്കൻ കോളനീസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഫോട്ട് അഗെയിൻസ്റ്റ് ദ റോങ് പോളിസീസ് ഓഫ് ബ്രിട്ടൻ. ഇപ്പൊ ബ്രിട്ടന് പണ്ടുണ്ടായിരുന്ന, ബ്രിട്ടൻ കുറേ രാജ്യങ്ങൾ പിടിച്ചടക്കുകയും അവയെല്ലാം ബ്രിട്ടന്റെ കോളനികളായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അതിൽ നോർത്ത് അമേരിക്കയിലുള്ള 13 കോളനികൾ ബ്രിട്ടന്റെ ഈ ഒരു തെറ്റായ നടപടികളെ, തെറ്റായ പോളിസികളെ, നടപടികളെയെല്ലാം അവർ എതിർത്തു. അവരതിനു വേണ്ടി ഒരു ഫൈറ്റ് ചെയ്തു, കലാപം ഉണ്ടാക്കി. ഫോളോയിങ് ദിസ് എ ഡെക്ലറേഷൻ വാസ് മെയ്ഡ് ബൈ ദ കോളനീസ് ഇൻ 1776 CE. 1776 സിഇയിൽ ഇതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് അവരെന്ത് ചെയ്തു? ഒരു ഡിക്ലറേഷൻ ഉണ്ടാക്കി, ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി. ഇറ്റ് ഈസ് നോൺ ആസ് ദ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ദിസ് ഡിക്ലറേഷൻ വാസ് ഏബിൾ ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദർ പവർ ടു റിമൂവ് ദ ഗവൺമെന്റ്. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷനിൽ നിന്ന് ജനങ്ങൾക്ക് എന്ത് മനസ്സിലായി? ജനങ്ങൾക്ക് ഈ ഒരു ഭരണ സംവിധാനം ഇഷ്ടമല്ലെങ്കിൽ അവരെ മാറ്റി വേറൊരു ആൾക്കാരെ ഭരണത്തിൽ കൊണ്ടുവരാൻ ഉള്ള കഴിവ് ജനങ്ങൾക്കാണ് അതിന്റെ അധികാരമുള്ളതെന്ന് മനസ്സിലായി. ഇറ്റ് ഓൾസോ ലീഡ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ വേൾഡ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ എഴുതപ്പെട്ട ഒരു ഭരണഘടന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആണ്. ഫ്രഞ്ച് റെവല്യൂഷൻ. It is in 1789 that the people of France revolted, raising the slogan Liberty, Equality and Fraternity. ഇനി 1789 ഫ്രാൻസിലുള്ള ജനങ്ങൾ ഒരു എന്താണ് റിവോൾട്ട് എന്ന് പറഞ്ഞ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. 1789 ഫ്രാൻസിലൊരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന്റെ മുദ്രാവാക്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫാറ്റർണിറ്റി എന്നായിരുന്നു. ലിബർട്ടി എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി സമത്വം, ഫാറ്റർണിറ്റി സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് മൂന്നെണ്ണമായിരുന്നു അവരുടെ സ്ലോഗൻ. അപ്പൊ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് വാസ് ദ സ്ലോഗൻ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്ലോഗൻ എന്തായിരുന്നു എന്ന് ചോദിക്കാം. അപ്പൊ ഇത് മൂന്നാണ് എഴുതേണ്ടത്. ദിസ് റെവല്യൂഷൻ ഗിവ് അക്സെപ്റ്റൻസ് ടു ദ പ്രിൻസിപ്പിൾ ദാറ്റ് സുപ്രീം പവർ റെസ്റ്റ് വിത്ത് ദ പീപ്പിൾ, നോട്ട് വിത്ത് ദ കിങ്. അപ്പൊ ഈ ഒരു റെവല്യൂഷൻ, ഈ ഒരു വിപ്ലവം ജനങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? സുപ്രീം പവർ, പരമാധികാരമുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്, അല്ലാതെ ഭരണാധികാരികളുടെയോ അല്ലെങ്കിൽ രാജാവിന്റെയോ കയ്യിലല്ല. വിത്ത് ദിസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് ഇൻ ഫ്രാൻസ്, മേക്കിംഗ് ദ പവർ ഓഫ് ദ കിങ് സബോർഡിനേറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രാൻസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. അതായത് ഒരു ഭരണഘടന അവർ ഉണ്ടാക്കി. ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രാജാവ് സബോർഡിനേറ്റ് ആണ്, പാർലമെന്റിനും പീപ്പിളിനുമാണ്, ജനങ്ങൾക്കുമായിരുന്നു അധികാരമുള്ളത്. അവരുടെ ഈ അധികാരം കിട്ടിയ രാജാവോ അല്ലെങ്കിൽ ആ മന്ത്രിമാർക്കോ ഈ കാര്യങ്ങൾ ജനങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്യാൻ മാത്രമേ കഴിയുള്ളായിരുന്നു. ഫ്രം ദ എബോവ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ യൂണിഫൈഡ് കോഡ് ഓഫ് ലോ ഈസ് എസെൻഷ്യൽ ഫോർ ദ വെൽഫെയർ ആൻഡ് പ്രോഗ്രസ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ ഈ മുകളിൽ കാണിച്ച ഈ
ചരിത്രപരമായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നമുക്കൊരു നിയമവ്യവസ്ഥ ആവശ്യമാണ്. ഒരു ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു നിയമവ്യവസ്ഥ ആവശ്യമാണ്. ഒരു നിയമം വേണം. ഒരു കോഡ് ഓഫ് ലോ വേണം. മനുഷ്യരുടെ ഉന്നമനത്തിനും എല്ലാത്തിനും ഇത് സഹായിക്കും. ദ സ്ട്രഗിൾ ഓഫ് പീപ്പിൾ അഗെയിൻസ്റ്റ് ഒപ്രഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും എതിരെ നിന്ന സമരം ചെയ്യുകയും പ്രയത്നിക്കുകയും ചെയ്ത ജനങ്ങൾ, അവർക്ക് അവരുടെ ഈ ഒരു സമരവും പ്രയത്നവുമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിച്ചത്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ഇനി വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദ പവർ ഓഫ് കിങ് വെർ സബ്ജക്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ദ വേൾഡ്സ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് legal codes in the history, the Code of Hammurabi. The king's autocracy ended and the power of the parliament increased. Glorious revolution. Milestone in the history of human rights. Magna Carta. ഇനി ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. വ്യത്യസ്തമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് ടൈപ്പ് ബേസ്ഡ് ഓൺ ദർ നേച്ചർ, ദ പ്രോസസ് ഓഫ് അമെൻമെൻറ്റ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഫോർമേഷൻ. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനേനെ വ്യത്യസ്തമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ചിലത് അമെൻമെൻറ്റിൻ്റെ പ്രകാരം, അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതികളുടെ പ്രകാരം. ചിലത് അതിൻ്റെ നേച്ചർ, അത് എങ്ങനത്തെയാണ്, റിട്ടൺ ആണോ നോൺ റിട്ടൺ ആണോ, അതാണ് നേച്ചർ വരുന്നത്. അത് എഴുതപ്പെട്ടതാണോ അല്ലെങ്കിൽ എഴുതപ്പെടാത്ത വായ കൊണ്ട് പറഞ്ഞ് വരുന്നതാണോ, അത് അനുസരിച്ചിട്ടിരിക്കും. ആൻഡ് മെത്തേഡ് ഓഫ് ഫോർമേഷൻ, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ രീതി, ഏത് രീതിയിലാണ് അത് ഉണ്ടായത്, അതും ആശ്രയിച്ചിരിക്കും. ഇനി നേച്ചർ, റിട്ടൺ ഓർ അൺറിട്ടൺ, പ്രോസസ് ഓഫ് അമെൻമെൻറ്റ്, റിജിഡ്, ഫ്ലെക്സിബിൾ, മെത്തേഡ് ഓഫ് ഫോർമേഷൻ, എനാക്റ്റഡ്, ഇവോൾവ്ഡ്. ഇനി റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി ആർ റിട്ടൺ, കോഡിഫൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് എ ബുക്ക്. അപ്പോൾ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതിനകത്തുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും കോഡിഫൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ്, എല്ലാം കോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. കോഡിഫൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിയമസംഹിതകളാക്കിയിട്ടുണ്ട്. ഈ നിയമസംഹിതകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംവിധാനങ്ങളായിട്ട്, വ്യവസ്ഥകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് ഒരു ബുക്കിന്റെ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയുടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. An unwritten constitution is one in which the fundamental principles and law of a country are not written. ഇനി അടിസ്ഥാന ഏകീകൃത തത്വങ്ങളും അതുപോലെ നിയമങ്ങളും ഒന്നും എഴുതാത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോഡിഫൈഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ് ദ ഫോം ഓഫ് എ ബുക്ക്. അതൊരു ബുക്കിന്റെ രൂപത്തിൽ കോഡിഫൈ ചെയ്യുകയോ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് യുണൈറ്റഡ് കിങ്ഡമിന്റെയും ന്യൂസിലൻഡിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. ഇനി അടുത്തത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. റിജിഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കർക്കശമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഭേദഗതികൾ വരുത്താൻ സാധിക്കുന്ന, വഴങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. എ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് മേക്കിംഗ് ചേഞ്ചസ് റിക്വയർ സ്ട്രിക്ട് പ്രൊസീജിയർ. ഇനി റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ്, ഒരു നിയമ ഭേദഗതി, ഒരു നിയമമാറ്റം വരുത്തണമെങ്കിൽ അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാകും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കടമ്പകൾ ഉണ്ടാകും. ഓരോ ഘട്ടം ഘട്ടമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ, രണ്ട് കൺട്രീസിന്റെ പേര് തന്നിട്ടുണ്ട്. ഇനി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി. എ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഇൻ വിച്ച് ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് ഈസിലി. ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമുക്ക് അമെൻമെൻറ്റ്സ് വേഗം ചെയ്യാൻ സാധിക്കും. അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭേദഗതികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ചെയ്യാനായിട്ട് അധികം പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല, പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ സാധിക്കും. യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലൻഡ്, ഇവർ രണ്ട് സ്ഥലത്തെയും കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെയാണ്, ഫ്ലെക്സിബിൾ ആണ്. എനാക്റ്റഡ് ആൻഡ് ഇവോൾവ്ഡ്. എനാക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിയമമാക്കിയത്, ഒരു ഭരണഘടന നിയമമാക്കി മാറ്റിയതാണ്. An enacted constitution is one that is drafted and implemented after the formation of constituent assembly or council. ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അല്ലെങ്കിൽ ഒരു കൗൺസിലിൻ്റെ കീഴിൽ ഭരണഘടന രൂപീകൃതമാവുകയും ആ ഒരു കൗൺസിലിൻ്റെ അധികാര പരിധിയിൽ വെച്ചിട്ട് നമ്മളത് ഫോർമലായിട്ട് കൊണ്ടുവരികയും അതിനെ എഫക്റ്റ് ആക്കുകയും, അതായത് അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതിനകത്തുള്ള നിയമങ്ങളായിരിക്കും
ആർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നിയമങ്ങളായിരിക്കും നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതാണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അത് ഇന്ത്യയിലത്തെയും യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലത്തെയും കോൺസ്റ്റിറ്റ്യൂഷനാണ് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇവോൾവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇൻവോൾവ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വൺ ദാറ്റ് ഹാസ് ഡെവലപ്ഡ് ഓവർ ടൈം. പരിണാമം കൊണ്ടുണ്ടായ കോൺസ്റ്റിറ്റ്യൂഷൻ. പരിണമിക്കുക എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അതിൻ്റെ അകത്തുള്ള ചേഞ്ചസ് ഒക്കെ വന്ന് ഡെവലപ്മെന്റ് വന്ന് അങ്ങനെ ഓവർ ടൈം കൊണ്ടിട്ട് കുറേ നാളുകൾ എടുത്തിട്ട് അത് പരിണമിച്ച് വരുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എഗ്രിമെന്റ്സ്, ജുഡീഷ്യൽ ഡിസിഷൻസ്, ലോസ് ആൻഡ് കൺവെൻഷൻസ് ഇൻ ദ ഫോം ഓഫ് ട്രഡീഷൻസ് ആൻഡ് കസ്റ്റം. അപ്പോൾ ട്രഡീഷനുകൾ, പാരമ്പര്യവും അതുപോലെ സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമങ്ങളും ജുഡീഷ്യൽ ഡിസിഷൻസും നിയമസംഹിതകളും ഒക്കെ ആയിരിക്കും ഇതിനകത്തുള്ളത്. യുണൈറ്റഡ് കിങ്ഡം ആൻഡ് കാനഡയിലെയും യുണൈറ്റഡ് കിങ്ഡത്തിലെയുമാണ് ഇങ്ങനത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലാസിഫൈ ദ കൺട്രീസ് മെൻഷൻ ആസ് എക്സാമ്പിൾസ് അക്കോർഡിംഗ് ടു ദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ടേബിൾ ഗിവൺ ബിലോ. താഴത്തെ ടേബിളിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതെല്ലാമാണെന്ന് എഴുതാം. അപ്പോൾ ഇതൊന്ന് പഠിക്കുക, നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക, കാരണം ഇത് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഇതിനു മുമ്പ് പറഞ്ഞ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എങ്ങനെയുള്ള ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ, ഫോർമേഷൻ, അതുണ്ടല്ലോ, അതും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആ ഒരു ഫ്ലോ ചാർട്ടും അത് കഴിഞ്ഞിട്ടുള്ള ബോക്സും ഒക്കെ. വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നൗ ലെറ്റ് us എക്സാമിൻ വാട്ട് ക്വാളിറ്റീസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ഹാവ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു, ഏതൊക്കെ തരം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉള്ളതെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തെല്ലാം ഗുണങ്ങളാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടത്. ഫസ്റ്റ് വൺ, കോംപ്രിഹെൻസീവ്നെസ്. കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ സമഗ്രമായിരിക്കണം. എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് എല്ലാം നമുക്ക് സമഗ്രമായിട്ട് എല്ലാം കൂടി ചുരുക്കിയിട്ട് ചുരുക്കമായിട്ടാണ് എഴുതേണ്ടത്. ദ പവർ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ ഷുഡ് ബി കോംപ്രിഹെൻസീവ്ലി സ്റ്റേറ്റഡ്. അതായത് സമഗ്രമായിട്ട് ഈ റൈറ്റ്സും ഡ്യൂട്ടീസും ചുമതലകളും കർത്തവ്യങ്ങളും അതുപോലെ ഒരു പൗരന് ഉള്ള ഡ്യൂട്ടീസ്, ചുമതല, നിയമം, ചട്ടം, അവകാശം, വ്യവസ്ഥ, ഇതെല്ലാം ചുരുക്കി സംഗ്രഹിച്ച് എഴുതിയിട്ടുണ്ടാവണം. ബ്രിവിറ്റി എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമായിരിക്കണം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി പ്രിസൈസ് വിത്ത് എസെൻഷ്യൽ പ്രൊവിഷൻസ്. ആവശ്യമുള്ള ഭേദഗതികളും അതുപോലെ വ്യവസ്ഥകളും വെച്ചിട്ട് എല്ലാം പ്രിസൈസ് ആയിരിക്കണം. ക്രിസ്പ് ആൻഡ് ക്ലിയർ, പ്രിസൈസ്, അപ് ടു ദ പോയിന്റ്. ആ പോയിന്റുകൾ മാത്രം ഉള്ളത് മതി. വാരി വലിച്ചൊന്നും എഴുതാൻ നിൽക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഉള്ളതായിരിക്കണം. ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തത വേണം. എല്ലാ പ്രൊവിഷൻസും എല്ലാ വ്യവസ്ഥകളും ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എഴുതിയതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു മേക്ക് ടൈംലി ചേഞ്ചസ് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. നമ്മുടെ മാറി വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അത് മാറ്റങ്ങൾ, ഈ ഒരു നിയമസംഹിതയിൽ മാറ്റം വരുത്താനായിട്ടുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. നമുക്കത് മാറ്റം വരുത്താനുള്ളൊരു അമെൻമെന്റ് ചെയ്യാനുള്ള, ഭേദഗതി വരുത്താനുള്ള ഒരു പോയിന്റും അതിനകത്ത് ഉണ്ടാവണം. സസ്റ്റൈനബിലിറ്റി. ഇറ്റ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ഫോർ മീറ്റിംഗ് പീപ്പിൾസ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ്. ജനങ്ങളുടെ സ്വപ്നങ്ങളും അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം സാധിക്കുന്നതിന് കൂടി ഉതകുന്ന തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ഇനി അടുത്തത് എന്താന്ന് നോക്കാം. അപ്പൊ ഇതും പഠിക്കാനുള്ളതാണ്, ഇതും പഠിക്കുക. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ടോപ്പിക് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇത് തന്നെ നമ്മൾ എഴുതിയാൽ മതിയാകും. അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണലിസം ആണ്. ഭരണഘടനാവാദം എന്നാണ് ഇതിനെ പറയുന്നത്. വി ഹാവ് ഫാമിലിയറൈസ് വിത്ത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മുടെ ഭരണഘടനയെ കുറിച്ചും ഭരണഘടനയുടെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മളിപ്പോൾ പഠിച്ചു. നൗ ലെറ്റ് us എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ്. അപ്പം ഇനി നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് നോക്കാം. ടീച്ചർ ആൻഡ് മനു രണ്ടുപേരും നമ്മളൊരു കോൺവെർസേഷൻ ആണ്. മനു, ഐ സോ യു റൈഡിങ് എ ബൈസിക്കിൾ ടുഡേ വയലേറ്റിംഗ് ദ ട്രാഫിക് റൂൾസ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. മനുവിനോട് പറയണം, മനു, ഞാനിന്ന് നീ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടു, ട്രാഫിക് റൂൾസ് തെറ്റിച്ചിട്ടാണ് നീ സൈക്കിൾ ഓടിച്ചത്. അപ്പം മനു ചോദിക്കുന്നത്, സോറി ടീച്ചർ, ഡു സൈക്ലിസ്റ്റ് ഹാവ് ടു ഫോളോ ദ റൂൾസ്. അപ്പം മനു ചോദിക്കുകയാണ്, സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാരും റൂൾസ് ഒക്കെ ഫോളോ ചെയ്യണമോ എന്ന്. അപ്പം അത് മനുവിന് അറിയാത്തൊരു കാര്യമായിരുന്നു. സൈക്കിൾ ഓടിക്കുന്നവരും റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു കാര്യം മനുവിന് അറിയില്ലായിരുന്നു. അപ്പം
അവരും ഫോളോ ചെയ്യണം. റോഡിലിറങ്ങുന്ന എല്ലാവരും റോഡിലെ നിയമങ്ങൾ പാലിക്കണം. ഓൾ ഷുഡ് ഒബേ ദ ട്രാഫിക് റൂൾസ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ നോട്ട് ഓൺലി ടു ഓർഡിനറി പീപ്പിൾ ബട്ട് ഓൾസോ ദോസ് ഇൻ പവേഴ്സ്. അപ്പോൾ എല്ലാവരും നിയമങ്ങൾ പാലിക്കണം. റോഡിലുള്ള നിയമങ്ങൾ, ഗതാഗത നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. അത് സാധാരണക്കാർക്ക് മാത്രമല്ല, അധികാരത്തിലുള്ള ആളുകളും നിയമങ്ങൾ പാലിക്കണം. ഹാവിൻ യു നോട്ടീസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് മനു? ടീച്ചറും മനുവും തമ്മിലുള്ള കോൺവെർസേഷൻ കേട്ടില്ലേ? സംഭാഷണങ്ങൾ കേട്ടില്ലേ? ഹാവിൻ യു റിയലൈസ് ദാറ്റ് ദോസ് ഇൻ പവർ ആർ ഓൾസോ ഒബ്ലിഗ് ടു ഒബേ ദ റൂൾസ്? അപ്പം നിയമങ്ങൾ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാർ മാത്രമല്ല, അധികാരത്തിലുള്ള ആളുകളും ഭരണത്തിലിരിക്കുന്ന ആളുകളും ഒക്കെ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ജസ്റ്റ് ആസ് ലോ കൺട്രോൾസ് ഇൻഡിവിജ്വൽ ദർ ആർ സം റെസ്ട്രിക്ഷൻസ് ഓൺ അതോറിറ്റീസ് ആസ് വെൽ. അപ്പോൾ മനുഷ്യന്മാരെ അല്ലെങ്കിൽ വ്യക്തികളെ നിയമം കൺട്രോൾ ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ അതോറിറ്റീസിനെയും അധികാരികളെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നിയമത്തിന് സാധിക്കും. ഇഫ് അൺലിമിറ്റഡ് പവേഴ്സ് ആർ ഗിവൻ ടു അഡ്മിനിസ്ട്രേറ്റഡ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ ഫ്രീഡം ഓഫ് ദ പീപ്പിൾ ആൻഡ് ലീഡ് ടു ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ, ആവശ്യത്തിലധികം പവർ, ശക്തി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ അത് ദുരുപയോഗം ചെയ്യും അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണലിസം സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് ദിസ്. ഇതിനെതിരെയാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം നിൽക്കുന്നത്. അതായത് അവർക്ക് ആവശ്യത്തിലധികം അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വേച്ഛാധിപതികളാകും. ദ കോൺസ്റ്റിറ്റ്യൂഷണലിസം ഈസ് എ പൊളിറ്റിക്കൽ ഓർഡർ ദാറ്റ് ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ് ത്രൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഭരിക്കുന്നതിന് വേണ്ടി ആ ഒരു ലിമിറ്റേഷൻസ്, ആ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഭരിക്കുന്നതിന് വേണ്ടി പവറുകൾ, അവർക്കുള്ള അധികാരങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്ന് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിസത്തിനകത്ത് ഇതെല്ലാം നോക്കും അവർ. ദ കോൺസ്റ്റിറ്റ്യൂഷനിസം ഈസ് ഓൾസോ ഇൻക്ലൂഡ്സ് കൺട്രോളിങ് ദോസ് ഇൻ പവർ, എൻഷുറിംഗ് ദ റൂൾ ഓഫ് ലോ ആൻഡ് ഡിഫൈനിങ് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ. അപ്പം രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇത് ഗവൺമെന്റിന്റെ അമിതമായ അധികാരം തടയുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുകയും ചെയ്യുന്നു. Aristotle and the Constitutionalism. Aristotle was the first to discuss the Constitution and constitutionalism. The primary definition he gave to the Constitution is the arrangement of officers in the state. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അരിസ്റ്റോട്ടലാണ്. അരിസ്റ്റോട്ടൽ ഈ പദത്തിനുള്ള മീനിങ് കൊടുത്തത്, ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? അറേഞ്ച്മെന്റ് ഓഫ് ഓഫീസേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലുള്ള ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥരെ അറേഞ്ച്മെന്റ്, ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യവസ്ഥേനെയാണ് അരിസ്റ്റോട്ടൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിച്ചത്. ഈ ക്ലാസിഫൈഡ് ലോസ് ഇൻ ടു 2 കാറ്റഗറീസ്. അദ്ദേഹം നിയമത്തിനെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്: ഓർഡിനറി ലോസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. ഭരണഘടനാപരമായ നിയമങ്ങളും സാധാരണ നിയമങ്ങളും. ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫൈൻഡ് ദ വൺസ് ദാറ്റ് എഗ്രി വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് കളർ ദ സർക്കിൾ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വരികൾ ഏതെല്ലാമാണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ലിമിറ്റ്സ് ഓൺ ദ പവർ ഓഫ് ദ റൂളേഴ്സ്, ഡിഫൈൻ ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ. അത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രമോട്ട്സ് ഡിക്റ്റേറ്റർഷിപ്പ്, അതില്ല. ഗിവ്സ് അൺലിമിറ്റഡ് പവേഴ്സ് ടു ദ റൂളേഴ്സ്, അതുമില്ല. എൻഷുർ റൂൾ ഓഫ് ലോ, അതുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എവറി കൺട്രി ഈസ് ഫ്രെയിംഡ് ആസ് എ റിസൾട്ട് ഓഫ് സെവറൽ ലെങ്തി പ്രോസസ്. ഓരോ രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഒരു നാളത്തെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ്. ദ ഹിസ്റ്ററി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അവർ കൺട്രി ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം ദിസ്. ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഭരണഘടനയുടെ ചരിത്രവും ഇതിൽ നിന്നും വ്യത്യസ്തമൊന്നുമല്ല. ലെറ്റ് us എക്സാമിൻ ഹൗ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഫ്രെയിംഡ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എങ്ങനെയാണ് ഫ്രെയിം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഹെഡിങ്ങിൽ പ്രസിഡൻസ് ഓത്ത് ഓർ അഫർമേഷൻ ബൈ ദ പ്രസിഡന്റ്, പ്രസിഡന്റ് സത്യപ്രതിജ്ഞയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. I, A, B do swear in the name of God solemnly affirm that I will faithfully execute the office of President or discharge the functions of the President of India and will do the best of my ability preserve and protect and defend the Constitution and the law, and that I will devote myself to the service and well-being of the people of India. റെഫറൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. അതിൽ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയാണ് കാണിക്കുന്നത്.
Have you gone through the President's Oath? It explains the importance of a constitution. India has the largest written constitution in the world. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെയാണ്. ലെറ്റ് us എക്സാമിൻ ഇറ്റ്സ് ഒറിജിൻ. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, ഇതെങ്ങനെയാണ് രൂപം പ്രാപിച്ചതെന്നുള്ളത് നോക്കാം. ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പം ഇന്ത്യയുടെ ബ്രിട്ടീഷിൻ്റെ കീഴിലുള്ള ഇന്ത്യയുടെ ചരിത്രം മുതലാണ് ഇതിൻ്റെ ആരംഭം. English East Indian Company. The English East Indian Company was established in 1600 CE to establish trade relation with India. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു. ദ ബ്രിട്ടീഷ് ഹു കെയിം ഹിയർ ഫോർ trade gradually became the authorities and the administration of India was taken over by the company. അപ്പോൾ കാലക്രമേണ വ്യവസായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യാപാരത്തിന് വേണ്ടി വന്ന ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നമ്മുടെ അധികാരങ്ങൾ കയ്യേറുകയും അവർ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. The first war of Indian independence. This is the first mass movement by Indians against the British. അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻ 1857, 1857 ആദ്യത്തെ ഇൻഡിപെൻഡൻസ് വാറാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച ആദ്യത്തെ മൂവ്മെന്റ്. ദിസ് ലെഡ് ടു ദ എൻഡ് ഓഫ് റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി. ആഫ്റ്റർ ദാറ്റ് ദ ക്യൂൻ ഓഫ് ബ്രിട്ടൻ ടുക്ക് ഓവർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ട്ലി. അപ്പം ഈ ഒരു യുദ്ധം കൊണ്ട്, ഈ ഒരു വിപ്ലവം കൊണ്ട് എന്താണ് സംഭവിച്ചത്? ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി പൂട്ടുകയും ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ അധികാരങ്ങൾ തിരിച്ചെടുക്കുകയും അതിനു പകരം ബ്രിട്ടനിൽ നിന്ന് രാജ്ഞി നേരിട്ട് ഭരണം നടത്തുകയാണ് ചെയ്തത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ലോ ദാറ്റ് ഹെൽപ്പ് ടു സ്ട്രെങ്തൻ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ ഗവേണൻസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് വന്നത് എപ്പോഴാണെന്ന് അറിയാവോ? കുറേ നാളുകൾക്ക് ശേഷം 1940-കളിലാണ് ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു പാർലമെന്റിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിലിരിക്കുന്ന ബ്രിട്ടീഷ് അതോറിറ്റിയുടെ ഉള്ളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെയും കൂടി തെരഞ്ഞെടുത്ത് അവർക്കൊരു കൗൺസിൽ ഉണ്ടാക്കി അവരെ നിർത്തുകയാണ്. ആ ഒരു കൗൺസിൽ എന്ത് ചെയ്തു? ഇന്ത്യക്കാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും നേതാക്കളും ഉണ്ടല്ലോ, അവരോട് സംസാരിക്കുകയും അവരുടെ ഈ നിരന്തരമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറയുകയും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൗൺസിൽ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് നോക്കാം, ഫ്രീഡം മൂവ്മെൻറ്റ്. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലേഡ് എ മേജർ റോൾ എമംഗ് ദ വേരിയസ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഫോർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നല്ലൊരു നല്ലൊരു ഭാഗമാണ്. അവരുടെ ഒരു സംഭാവന വളരെ വലുതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംഭാവന വളരെ വലുതാണ്. ഇറ്റ് വാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറ്റ് ഒഫീഷ്യലി പുട്ട് ഫോർവേഡ് ദ ഡിമാൻഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന നിർമ്മിക്കണമെന്നും ഈ ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണമെന്നും ഉള്ള ഒരു ശക്തമായ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. Government of Indian Act. The British government passed several laws to gradually increase the participation of Indians in the administrative affairs and to ensure better governance here. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു സമരമുറയുടെ ഭാഗമായിട്ട് ഈ സമരമുറ കണ്ടപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി നമുക്കിവിടെ ഇനി അധികം നാൾ നിൽക്കാൻ സാധിക്കില്ല, നമ്മൾ എന്താണെങ്കിലും ഇവിടെ നിന്ന് പോകണം, സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായത് കാരണം ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ആ ലീഡേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലുള്ള മറ്റു സംഘടനകളുടെയും ലീഡേഴ്സിൻ്റെ ഇടയിൽ നിന്നും കുറച്ച് പേരെ ഇവരുടെ റൂളിംഗ് ഗവൺമെൻറ് കൂടെ കൂട്ടി ഭരണം നടത്തുന്ന ആ ഒരു ഒഫീഷ്യൽ പോസ്റ്റുകളിലേക്ക് അവരെ എടുത്തു. അങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് പുറപ്പെടുവിച്ചത്. അങ്ങനെ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഭരണഘടനാപരമായ കാര്യങ്ങളിലൊക്കെ എല്ലാം ഇന്ത്യക്കാരെയും കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി. ക്യാബിനറ്റ് മിഷൻ to grant complete self-rule to India, the British government sent the cabinet mission to India. ഇപ്പോൾ ക്യാബിനറ്റ് മിഷന് അതിനുശേഷമാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ആസ് എ റിസൾട്ട് in 1946 the Constituent Assembly came to existence in order to draft a constitution for India. ഇപ്പം നിരന്തരമായ ചർച്ചകളുടെ ഭാഗമായിട്ട് ക്യാബിനറ്റ് മിഷൻ വരികയും ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 പേരെ നിയമിക്കുകയും ചെയ്തു. ഈ 3 പേര് ഇന്ത്യൻ ലീഡേഴ്സുമായിട്ട് നിരന്തരമായ ചർച്ചകൾ നടത്തിയിട്ട് 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കിയത്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ള അംഗങ്ങളായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ അങ്ങനെയുള്ള മഹത് വ്യക്തികളാണ് ഒരുമിച്ച് ചേർന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത്
പിന്നീട് ബ്രിട്ടീഷുകാരുടെ സമ്മതത്തോടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയൊക്കെ ചെയ്തത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെയും 4-5 വർഷങ്ങൾക്ക് ശേഷമാണിത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി chaired by Dr. B.R. Ambedkar prepared the draft of the constitution. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കറും ആയിരുന്നു. ഇവർ രണ്ടാളും B.R. അംബേദ്കറും രാജേന്ദ്ര പ്രസാദും അവർ രണ്ടുപേരും പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സും കൂടി ഒരുമിച്ച് ചേർന്ന് ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തുകയും ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ 26 നവംബർ 1949 1949 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും ചെയ്തു. സോ വി ഒബ്സർവ് നവംബർ 26 ആസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജാനുവരി 1950. 1950 ജാനുവരി 26 ഭരണഘടന ഒഫീഷ്യലായിട്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. സിൻസ് ദെൻ ഇന്ത്യ ഹാസ് ബീൻ നോൺ ആസ് എ സോവർജിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിനുശേഷമാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറിയത്, സോവർജിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറിയത്. ഇനി ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് നോക്കാം. ക്യാബിനറ്റ് മിഷൻ വാസ് എ 3-member കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു ഡിസ്കസ് വിത്ത് ഇന്ത്യൻ ലീഡേഴ്സ് റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ടു ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഈ അധികാരം ഇന്ത്യക്ക് കൈമാറണം, ഇന്ത്യയിലുള്ള ആളുകൾക്ക് കൈമാറണം. അപ്പം അങ്ങനെ കൈമാറണമെങ്കിൽ എന്ത് വേണം? ഒരു ലീഡർ വേണം, അതുപോലെയുള്ള ഭരണഘടന വേണം, അവർക്ക് ഗവർണൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതിന് വേണ്ടി ഇവർ ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ട് 3 അംഗങ്ങളുള്ള ഒരു ക്യാബിനറ്റ് മിഷൻ ഉണ്ടാക്കുകയും അവർ ഇന്ത്യയുടെ നേതാക്കളുമായിട്ട് അന്നുണ്ടായിരുന്ന നേതാക്കളുമായിട്ട് നിരന്തരം ചർച്ച ചെയ്യുകയും അങ്ങനെ ആ ചർച്ചയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? ക്യാബിനറ്റ് മിഷൻ എഗ്രി ടു ഫോം എ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പോൾ ക്യാബിനറ്റ് മിഷനാണ് എന്ത് ചെയ്തത്? ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ലീഡേഴ്സ് പറഞ്ഞു ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വേണം. അപ്പം അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ കാര്യമാണ് അപ്ലൈ പറഞ്ഞത് ഡോക്ടർ B.R. അംബേദ്കറും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും. അവരെ കൂടാതെ വേറെയും കുറേ അംഗങ്ങളുണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ. ദ പ്രപ്പോസ്ഡ് മിഷൻ എൻവിസേജ്ഡ് ദ ഫ്യൂച്ചർ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭാവിയിൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങളും കൂടി മുൻകണ്ടുകൊണ്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രിപ്പയർ ചെയ്തത്. പ്രിപ്പയർ എ വാൾ മാഗസിൻ ടൈറ്റിൽ മൈൽ സ്റ്റോൺ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഫോർമേഷന് വേണ്ടിയുള്ള നാഴികക്കല്ലുകളെല്ലാം കൂടി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ നേരത്തെ വായിച്ച എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാഗസിൻ ഉണ്ടാക്കുക. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political liberty of thoughts, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of individual and the unity and integrity of the nation. In a Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. അപ്പോൾ ഇതൊരു ആമുഖമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്നാണ് ഇതിനെ പറയുന്നത്. ആമുഖത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിൽ ഈ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള എല്ലാത്തിനും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് ഉണ്ട്, ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി, പിന്നെ ഏത് ദിവസമാണിത് പ്രാബല്യത്തിൽ വന്നത് എന്നത് സഹിതമുണ്ട്. Examine the preamble of the Constitution. The main ideas, values and views of the Constitution are reflected in the preamble. Our Constitution is a guideline for the fulfillment of the ideas that the people of India cherished and dreamt of during the freedom struggle. അപ്പോൾ ഭാരതത്തിലുള്ള ഭാരതീയ ജനത സ്വപ്നം കണ്ട ഒരു സ്വാതന്ത്ര്യ രാജ്യമായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദ കോൺസ്റ്റിറ്റ്യൂഷൻ envisages that the power of the nation originate from the people. ജനങ്ങളിലാണ് ആ ഒരു പവർ ഉള്ളത്, അധികാരമുള്ളത് ജനങ്ങളിലാണെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ദ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, ദ ഒബ്ജക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഡേറ്റ് ഓഫ് ദ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഓൾസോ മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ. അപ്പോൾ ഈ ഒരു ആമുഖത്തിൽ ആ ഡേറ്റും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ നേച്ചറും എല്ലാം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ലെറ്റ് us get
familiar with the fundamental objectives mentioned in the preamble of the Indian Constitution. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോവർജിനിറ്റി, ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ഡെസിഷൻ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇന്റർഫെറൻസ് ഓർ പ്രഷർ. പുറമേ നിന്നുള്ള ഒരു ബാഹ്യശക്തിയുടെ ഒരു കൈകടത്തലില്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു കഴിവ്, അതാണ് സോവർജിനിറ്റി. ഇനി സോഷ്യലിസം, സോഷ്യൽ ജസ്റ്റിസ് is sustained by ensuring equal status and equal opportunities to all. എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്റ്റേറ്റസ്, ജീവിത നിലവാരവും തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളും എല്ലാം കൊടുക്കും. സാമൂഹിക നീതി ഉറപ്പാക്കും. The state has no official religion. Individuals have the right to profess, practice and propagate the religion of their choice. രാജ്യത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മതമോ ജാതിയോ ഒന്നുമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ജാതിയിലോ മതത്തിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാം, തുടരാം, അതൊക്കെ ഫോളോ ചെയ്യാം. ദ സ്റ്റേറ്റ് വിൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി റിലീജിയൻ. രാജ്യം ഒരു മതത്തിനെയും കുറച്ച് കാണുകയോ ഒരു മതത്തിനെയും അവഗണിക്കുകയോ ഒന്നും ചെയ്യില്ല. എല്ലാവരും തുല്യരാണ്. ഡെമോക്രസി, ദ റെപ്രസെൻറ്റേറ്റീവ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഗവേൺ ദ സ്റ്റേറ്റ്. ഇനി സ്റ്റേറ്റ് ഭരിക്കുന്നത് ആരാണ്? ജനങ്ങൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളാണ്. ത്രൂ ദിസ് ദ പീപ്പിൾ ബിക്കം ദ സോവർജിൻ. ഇതിൽ നിന്നും പരമാധികാരം ആർക്കാണെന്ന് പറയുന്നു? ജനങ്ങൾക്കാണെന്നാണ് പറയുന്നത്. സോവർജിൻ എന്ന് പറഞ്ഞാൽ പരമാധികാരം. റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻസ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ ഏത് രീതിയിലാണ് സെലക്ട് ചെയ്യുക? ഇലക്ഷനിലൂടെയാണ് സെലക്ട് ചെയ്യുക. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ stipulates that the president of India, the head of the state, should be an elected person. നമ്മുടെ ഭരണഘടന പ്രതിപാദിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രസിഡന്റ് പ്രഥമ വനിത അല്ലെങ്കിൽ പ്രഥമ പുരുഷൻ ആരായിരിക്കണം? എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആളായിരിക്കണം പ്രഥമ പുരുഷനായിട്ട് ഉണ്ടാവേണ്ടത്, അതായത് പ്രസിഡന്റ് ആയിട്ട്, രാഷ്ട്രപതി ആയിട്ട് ഉണ്ടാവേണ്ടത്. ദ പ്രിയാമ്പിൾ ഓൾസോ ഡിസ്കസസ് ദാറ്റ് ദ റൈറ്റ്സ് ഗ്യാരണ്ടി ടു സിറ്റിസൺ ബൈ ദ സ്റ്റേറ്റ് സച്ച് ആസ് ജസ്റ്റിസ്, ഫ്രീഡം ആൻഡ് ഈക്വലിറ്റി. ഇത് മാത്രമല്ല, പൗരന്മാർക്ക് ജസ്റ്റിസ്, നീതിയും ന്യായവും തുല്യതയും സ്വാതന്ത്ര്യവും ഒക്കെ പ്രദാനം ചെയ്യും. Moreover, the preamble aims at the dignity of the individual and the fraternity that ensures the unity and integrity of the nation. രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണും. എല്ലാവർക്കും സ്വാതന്ത്ര്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് റിഫ്ലക്ട് ദ ഒബ്ജക്റ്റീവ് സെറ്റ് ഔട്ട് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പ്രിയാമ്പിളാണ് ഇതിനകത്തുള്ളത്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയാമ്പിളിലുള്ള ഏത് ഒബ്ജക്റ്റീവാണ് ഉള്ളത്? If we examine the history of development of human society, constitution is considered to be the product of modern age. അപ്പം നമ്മൾ മനുഷ്യൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്, പുരോഗതി നോക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഭരണഘടന എന്ന് പറയുന്നത് ഒരു മോഡേൺ ഏജിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആധുനിക യുഗത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. എ പവർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ദി എക്സിസ്റ്റൻസ്. ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ളത്. സ്മൂത്ത് റണ്ണിങ് ആൻഡ് പ്രോഗ്രസ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്. നമ്മുടെ നിലനിൽപ്പിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയും രാഷ്ട്ര നിർമ്മാണത്തിനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഒരു സുദൃഢമായിട്ടുള്ള ഒരു ഭരണഘടന ആവശ്യമാണ്. ദ ഫങ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊവൈഡ് എ ബേസിക് ലീഗൽ ഫ്രെയിംവർക്ക് ദാറ്റ് ഹെൽപ്സ് ഇൻ നേഷൻ ബിൽഡിംഗ്. ഭരണഘടന ഒരു ചട്ടക്കൂടാണ്, ഒരു നിയമവ്യവസ്ഥിതമായിട്ടുള്ള ഒരു അടിസ്ഥാന ചട്ടക്കൂടായിട്ടാണ് കാണുന്നത് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ളത്. ദ ഡ്രീംസ് ആൻഡ് ഹോപ്സ് ഓഫ് ദ നേഷൻ ആർ റിയലൈസ്ഡ് ഓൺലി വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഫോളോഡ് പ്രോപ്പർലി. നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാവുന്ന എപ്പോഴാണ്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഭരണഘടന നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ്. വ്യക്തമായിട്ട് ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാകണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വ്യക്തമായി ഫോളോ ചെയ്യുമ്പോൾ, കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്നത്. ദ പ്രിയാമ്പിൾ സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഈസ് ഫിൽഡ് വിത്ത് പ്രിയാമ്പിൾ ആൻഡ് ദ സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ.
Even after many years of its formation, our constitution has been able to survive with the same strength till date. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്. അത് ഇന്നും ആ ഒരു അതിൻ്റെ പ്രൗഢിയോടെ നിലനിൽക്കുന്നതിന് കാരണം എന്താണ്? ദീർഘവീക്ഷണത്തോടെ നമ്മുടെ ഭരണാധികാരികൾ എഴുതിയത് കൊണ്ടാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും അതിൻ്റെ മാറ്റം ചോരാതെ, അതായത് എല്ലാത്തിനും അതിനകത്ത് സൊല്യൂഷൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും അതിനകത്ത് സൊല്യൂഷൻസ് ഉണ്ട്. ആകെ അമെൻമെന്റ് വരുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്തിയത്. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇപ്പം ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. നമ്മൾ മുൻകൂട്ടി ഭാവിയിലത്തേക്കും കൂടി കണ്ടിട്ടാണ്, ഭാവി കൂടി കണ്ടിട്ടാണ് നമ്മുടെ പൂർവികർ ഇതെല്ലാം എഴുതി വെച്ചത്. പ്രിപ്പയർ എ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ ദ ടോപ്പിക് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മൈൽ സ്റ്റോൺസ് ആൻഡ് പ്രസൻറ്റ്. മൈൽ സ്റ്റോണും ഫോർമേഷനും നമ്മൾ അപ്പോഴേ പറഞ്ഞല്ലോ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചതും, ആ കാര്യങ്ങളെല്ലാം എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആകും. Under the auspices of Social Science Club, organized a face-to-face program with a lawyer in order to learn more about the Constitution. അപ്പോൾ ഭരണഘടനയെ പറ്റി കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു അഡ്വക്കേറ്റുമായിട്ട്, ഒരു അഭിഭാഷകനുമായിട്ട് അല്ലെങ്കിൽ അഭിഭാഷികയുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് ഒരു കോൺവേഴ്സേഷൻ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വിസ്, ഒരു ഇൻ്റർവ്യൂ എന്തെങ്കിലും ആകാം. വീഡിയോ കോൺഫറൻസിങ് വേണമെങ്കിൽ അതും ചെയ്യാം. On Constitution Day, prepare placards highlighting the importance of preamble and conduct a rally in the school. ഇനി ആമുഖത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കണം? പ്ലക്കാർഡ്സ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്, അന്ന് ഒരു റാലി നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.